നോ അവർ സെയിൻസ്. ഇന്ന് നോ അവർ സെയിൻസിൽ വിശുദ്ധ ജോസഫ് കഫാസയെ കുറിച്ച് ചിന്തിച്ചാലോ? ഔസേ പിതാവിനോട് ഏറ്റവും അധികം ഭക്തിയുള്ള ഒരു വിശുദ്ധനായിരുന്നു ഇദ്ദേഹം. 1811 ഇദ്ദേഹം ജനിക്കുക. സ്നേഹമുള്ളവരെ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ വളരെ കുറെ കാര്യങ്ങൾ നമ്മെ തന്നെ കണക്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് തന്റെ ജീവിതത്തിൽ മുഴുവൻ സമയം ചെലവഴിക്കാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. കൂടുതൽ സമയം കുമ്പസാരക്കൂട്ടിലിരുന്നു കൊണ്ട് പാപികൾക്ക് പാപമോചനം നൽകുവാനായിട്ട് ഇദ്ദേഹം പരിശ്രമിച്ചു. തന്റെ ജീവിതത്തിൽ ചെറിയ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് വിശുദ്ധത നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി അദ്ദേഹം എപ്പോഴും വിശുദ്ധമായ രീതിയിൽ ജീവിക്കാനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കാനും ഈശോയുടെ കൂടെ ആയിരിക്കാനും സുഹൃജപങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈശോയുടെ കൂടെ യാത്ര ചെയ്യുവാനും ഇദ്ദേഹം പരിശ്രമിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ ജോസഫ് കഫാസയെ പോലെ വിശുദ്ധനായി ജീവിക്കുവാനായിട്ട് ചെറിയ പാപത്താൽ പോലും ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. മറ്റൊരു വിശുദ്ധനുമായി നാളെ കാണാം.